എല്ലാവർക്കും വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ 3 ആണ്. LDC ഹോട്ട് ടോപ്പിക്കിന്റെ മൂന്നാമത്തെ ദിവസം. കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം നമ്മുടെ കൂടെ വേണം. കിടിലമായിട്ട് തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു LDC 2024 ആദ്യത്തെ 100 റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് 100% ഗ്യാരണ്ടിയാണ് പറ്റുമെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ടോപ്പിക് നമ്മൾ എടുത്തേണ്ട്, ബയോളജി എടുത്തേണ്ട്, ഇംഗ്ലീഷ്, മലയാളം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ഇഡിയംസ് ആൻഡ് ഫ്രേസും അതേപോലെ തന്നെ വേർഡ്സ് മീനിങ്ങുമാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മൊത്തമായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കണ്ടതിന് ശേഷം നിങ്ങൾ നേരെ ടെലഗ്രാമിലേക്ക് വരിക. ടെലഗ്രാമിൽ ഇതിൻ്റെ നോട്ട് അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് വായിച്ചതിന് ശേഷം കൃത്യം 9 മണിക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പോൾ ഉണ്ടാവും. ബാക്കി വരുന്ന ചോദ്യങ്ങൾ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2021 to 24 വരെ ഉള്ളത് നമ്മൾ അതിൻ്റെ അകത്താണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്, അതായത് ഈ 75 ഡേ നമ്മുടെ 75 ഹോട്ട് ടോപ്പിക്സിൻ്റെ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്ത് എക്സാമുകൾ എഴുതി തന്നെ മക്കളെ പോകണം. അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങൾക്കിത് ഉപകാരപ്പെടണം. അടുത്തൊരു എക്സാമിന് ഇതിൽ നിന്നും കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കുറച്ച് ആളുകൾ ചോദിച്ചിരുന്നു SCRT NCRT ഇതിൻ്റെ കൂടെ പഠിക്കുന്നത്. എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ട്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് SCRT NCRT കേരള ലിറ്റററി മിഷൻ പ്ലസ് റാങ്ക് ഫയൽ, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് നോട്ട് തരുന്നത്. അതും വേണ്ടത് മാത്രം. നിങ്ങളെ ഒത്തിരി ഞാൻ എന്ത് ചെയ്യുന്നില്ല, വായിപ്പിക്കാനോ അതിനൊന്നും സമയമില്ല. ആവശ്യമുള്ളത് മാത്രം പഠിച്ച് റിവിഷൻ ചെയ്ത് ജോലിക്ക് കയറാം. അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഡേ 3 ഹോട്ട് ടോപ്പിക്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ബേസ് ഒന്ന് പറയാണ്. അതായത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമ സംഹിത. ഓക്കെ, അതായത് ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയ്ക്ക് പറയുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഭരണഘടന എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വേർഡ് വരുന്നത്. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വേർഡ് വരുന്നത്. ഇനി ഒരു രാഷ്ട്രത്തിന്റെ ഭരണഘടന സമഗ്രവും പരമാധികാര സ്വഭാവവും ഉള്ളതാണ്. അപ്പൊ രാഷ്ട്രത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് സമഗ്രവുമാണ്, അതേപോലെ തന്നെ പരമാധികാര സ്വഭാവമുള്ളതുമാണ്. ലോ ഓഫ് ലാൻഡ് ഒത്തിരി തവണ PSC ചോദിച്ചാണ്. ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് താഴെ എന്തിനെ കുറിച്ചാണ് എന്നുള്ളത്. അതായത് ഭരണഘടനയാണ് ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. ഭരണഘടനയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ലിഖിത ഭരണഘടനയെന്നും രണ്ട് അലിഖിത ഭരണഘടനയെന്നും. ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ചാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ലിഖിത ഭരണഘടനയെന്നും രണ്ട് അലിഖിത ഭരണഘടനയെന്നും രണ്ടായിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഇനി ലോകത്തിൽ ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ലോകത്തിലെ ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മുടെ ഇന്ത്യയാണ്, പിന്നെ അമേരിക്കയാണ്, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും അതേപോലെ തന്നെ എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബൃഹത്തായ ഭരണഘടനയുള്ള രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ കാരണം പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ കൊണ്ട് അത്രത്തോളം സമ്പന്നമായ അല്ലെങ്കിൽ അത്രത്തോളം വലുതും ഏറ്റവും ബൃഹത്വമായിട്ടുള്ള ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഓക്കെ, ഇനി ലോകത്തിൽ അലിഖിത ഭരണഘടനയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രായേലും ന്യൂസിലാൻഡും. ഒത്തിരി തവണ ചോദിക്കാറുണ്ട്. കാരണം താഴെ പറയുന്നവയിൽ ലിഖിത ഭരണഘടനയിൽ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ അലിഖിത ഭരണഘടന ഇല്ലാത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും പഠിച്ചു വെക്കണം. ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായി പഠിച്ചിരിക്കണം. അപ്പൊ ലോകത്തിൽ അലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ്. ലിഖിത ഭരണഘടനയാണെങ്കിലോ അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക, പിന്നെ നമ്മുടെ ഇന്ത്യ. ഓക്കെ, അതിൽ ഏറ്റവും വലുതും ബൃഹത്തായിട്ടുള്ളതും ആരുടെയാന്ന് ചോദിച്ചാൽ ആരുടെയാ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഓക്കെ, പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ ബ്രിട്ടനാണ്. ഒത്തിരി തവണ ബേസ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടനാണ്.
ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്നത് ഗ്രീസാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമാണ് ഗ്രീസ് എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നതും ഗ്രീസ് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം, അത് ഒത്തിരി തവണ ചോദിച്ചേക്കുന്നതാണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് സ്വിറ്റ്സർലൻഡ് ആണ്. അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാ? സ്വിറ്റ്സർലൻഡ് ആണ്. ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് നിരവധി തവണ ചോദിച്ചേക്കണെയാണ്. 1215 ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രമായ മാഗ്ന കാർട്ട 1215. മാഗ്ന കാർട്ട ബ്രിട്ടീഷ് രാജാവ് ആരാണ് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കിങ് ജോൺ ആണ്. എവിടെ വെച്ചാണ് ഒപ്പുവെച്ചതെന്ന് ചോദിക്കാറുണ്ട്. അതാണ് റണ്ണിമേട് മൈതാനത്തിൽ വച്ചാണ് കിങ് ജോൺ 1215 എന്ത് ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ബേസ് ആണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിരിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? കോൺസ്റ്റിറ്റ്യൂഷൻ എന്താന്ന് പഠിച്ചിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് പറഞ്ഞത്. അതായത് രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിത, ഭരണഘടന. കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് വന്നത്. ഇനി ഭരണഘടനയെ നമുക്ക് സമഗ്രവും പരമാധികാര സ്വഭാവമുള്ളതുമായിട്ട് ആണ് പറയുന്നത്. ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭരണഘടനയാണ്. ഭരണഘടനയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ലിഖിത ഭരണഘടനയെന്നും ഒന്ന് അലിഖിത ഭരണഘടനയെന്നും. ലിഖിത ഭരണഘടനയുടെ രാജ്യങ്ങളാണ് ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. ഇനി അലിഖിത ഭരണഘടനയാണെങ്കിലോ ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ് ആണ്. പാർലമെന്റുകളുടെ മാതാവ് ബ്രിട്ടനും ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഗ്രീസും. അതേപോലെ തന്നെ എന്താണ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസാണ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യം ബ്രിട്ടനും. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം, ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വിറ്റ്സർലൻഡ് ആണ്. ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് 1215 കിങ് ജോൺ ആണ്. റണ്ണിമേട് മൈതാനം. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇന്നിനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ജനാധിപത്യ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായ അവകാശങ്ങൾ ഇന്ത്യ നമുക്ക് ഉറപ്പു നൽകുന്നു. ഇതിൽ ഏറ്റവും അനിവാര്യമായ അവകാശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൗലിക അവകാശങ്ങൾ എന്ന പേരിൽ വിളിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ, അതായത് ഒരു പൗരന് ഏറ്റവും അനിവാര്യമായ അവകാശങ്ങളാണ് എന്തെന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമായ രാജ്യമാണ് ഇന്ത്യ. ജനാധിപത്യ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായ അവകാശങ്ങൾ ഇന്ത്യ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പു തരുന്നുണ്ട്. ഇതിൽ ഏറ്റവും അനിവാര്യമായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശമാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങൾ. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ പാടില്ല. മൗലികാവകാശങ്ങൾ ഗവൺമെന്റിന് പോലും ലംഘിക്കാൻ പാടില്ല എന്നാണ് ഭരണഘടന നിർദ്ദേശിക്കുന്നത്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എങ്കിൽ ലംഘനത്തിനെതിരായ വ്യക്തിക്ക് നേരിട്ട് ഏറ്റവും ഉയർന്ന നമ്മുടെ കോടതിയായിട്ടുള്ള സുപ്രീം കോർട്ടിൽ വരെ നമുക്ക് നീതി നേടിയെടുക്കാനുള്ള അവകാശം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ഭരണഘടനയിൽ മൗലികാവകാശം ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് 3-ാം ഭാഗത്തിലാണ് വന്നിരിക്കുന്നത്. ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 മുതൽ 35 വരെയാണ് പറയുന്നത്. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിലാണ് എന്ത് പറയുന്നത്? മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്ന ആർട്ടിക്കിളെ നമുക്ക് അനുച്ഛേദം എന്ന് പറയാം, അതേപോലെ തന്നെ വകുപ്പ് എന്നുകൂടി പറയാം കേട്ടോ. കാരണം പല ഉദ്യോഗാർത്ഥികൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവാറുണ്ട്. അപ്പൊ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 മുതൽ 35 വരെയാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ആണിക്കല്ല് ഒത്തിരി തവണ PSC ചോദിച്ചേക്കണെയാണ്.
ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടന ഭാഗം ഏതാന്ന് ചോദിച്ച മക്കളെ, അതാണ് 3, ഭാഗം 3. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചാൽ 3ആണ്. ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ഭരണഘടനയുടെ ആണിക്കല്ല്, മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭാഗമാണ് ഭാഗം 3. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഒത്തിരി തവണ PSC ചോദിച്ചെങ്ങനെയാണ്, ബേസ് ആണ്. ഇതൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിക്കാൻ പാടില്ല. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്കയിൽ നിന്നാണ്. കാരണം ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, അതായത് ഏറ്റവും ബൃഹത്തായതും ഏറ്റവും വലുതുമായിട്ടുള്ള ഭരണഘടന എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഇന്ത്യയുടെ ഭരണഘടനയാണ്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഇത്രയും വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് ചെയ്തത്, ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ഈ മൗലിക അവകാശങ്ങൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ആശയം അല്ലെങ്കിൽ മൗലിക അവകാശം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. അപ്പോൾ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയും അതേപോലെ തന്നെ ഹൈക്കോടതിയുമുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ സുപ്രീം കോടതി മാത്രമാണെങ്കിൽ സുപ്രീം കോടതി, അല്ലെങ്കിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഉണ്ടെങ്കിൽ ഉത്തരം അതായിരിക്കും, സുപ്രീം കോടതിയും ഹൈക്കോടതിയും. മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഉപകരണം എന്നറിയപ്പെടുന്ന സംഭവമാണ് എന്തെന്ന് പറയുന്നത്, റിട്ടുകൾ എന്ന് പറയുന്നത്. അതായത് എന്താണ് റിട്ടുകൾ എന്ന് പറയുന്നത്? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ടുകൾ എന്ന്. അപ്പോൾ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട് എന്ന് പറയുന്നത്. നമുക്ക് 5 തരം റിട്ടുകളാണ് പഠിക്കാനുള്ളത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് ചർച്ച ചെയ്യും. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ കുറെ പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ് എന്ത്, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലും മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിക്കാണ്. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1927 കോൺഗ്രസ് സമ്മേളനം. അപ്പോൾ മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ഒത്തിരി തവണ ചോദിച്ചാണ്. MA അൻസാരിയാണ് മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. അപ്പോൾ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്, സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ് എന്ത്, മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം ഒത്തിരി തവണ PSC ചോദിച്ചാണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 എണ്ണമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നിലവിൽ എന്തില്ല? 7 എണ്ണമില്ല. ഇന്ന് എത്ര എണ്ണമാണുള്ളത്? 6 എണ്ണമാണ് നിലവിൽ മൗലിക അവകാശങ്ങൾ ഉള്ളത്. 6 എണ്ണമാണ്. ഏത് മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വത്തവകാശത്തെയാണ് മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്. അങ്ങനെ 7 എണ്ണത്തിൽ നിന്നും എന്തായി കുറഞ്ഞു? 6 എണ്ണമായി കുറഞ്ഞു. നീക്കം ചെയ്തത് സ്വത്തവകാശം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു. എന്നാൽ ഇന്ന് സ്വത്തവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശമാണോ? അല്ല. ഇന്ന് എന്തവകാശമാണ്? സ്വത്തവകാശം എന്ന് പറയുന്നത് നിയമാവകാശമാണ്. അതായത് ലീഗൽ റൈറ്റ് ആണ് ഇന്ന് സ്വത്തവകാശം. അങ്ങനെ 7 എണ്ണത്തിൽ നിന്ന് എന്തായി മാറി?
6 മൗലികാവകാശങ്ങളായി മാറി. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി നിരവധി തവണ ചോദിച്ചേക്കണെയാണ്. 44-ാം ഭരണഘടനാ ഭേദഗതി 1978-ലാണ് എന്ത് ചെയ്തത്? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1979-ലാണ്. സ്വത്തവകാശത്തെ 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 12-ാം ഭാഗത്തിലാണ്. ഓക്കെ, അപ്പോൾ സ്വത്തവകാശത്തെ 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 12-ാം ഭാഗത്തിലാണ്. ഇനി 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പാണ് ആർട്ടിക്കിൾ 300A. ഓർത്തു വച്ചോട്ടോ, ഇത് ഉറപ്പായിട്ടും ചോദിക്കാം. എന്ത് ഈ പറയുന്നത്, അതായത് 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആർട്ടിക്കിൾ 300A ആണ്. അതേപോലെ തന്നെ എന്താണ് സ്വത്തവകാശത്തെ പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് 31 ഓക്കെ, അപ്പോൾ സ്വത്തവകാശത്തെ പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഇപ്പോൾ ഏതാ? 31. ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പിലെ റാങ്ക് മേക്കിംഗ് ആണ്. ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പിലെ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിത്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീരാമന്റെയും സീതയുടെയും ചിത്രമാണ്. അപ്പോൾ ഓർത്തു വച്ചോ, ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പിലെ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗം 3 പറയുന്നത് അതിൻ്റെ അകത്ത് എന്താണ് ബാക്ക്ഗ്രൗണ്ട് പിക്ചറായിട്ട് കൊടുത്തിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീരാമന്റെയും സീതയുടെയും പിക്ചറാണ് ഭരണഘടനയുടെ ഭാഗം 3, അതായത് പാർട്ട് എന്ന് പറയുന്ന ആ വിഭാഗം പാർട്ട് 3 ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഏതാന്ന് ചോദിച്ചാൽ ശ്രീരാമനും സീതയുമാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എന്ത് ഭാഗം 3 ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് പറയുന്നത്? 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഭരണഘടനയെ മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകൾ എന്താണ് അതിനെക്കുറിച്ച് എന്നുള്ളത് നമുക്ക് പഠിക്കാം. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന്റെ നിർവചനമാണ്. എന്തിന്? ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന്റെ നിർവചനം. കേന്ദ്രമന്ത്രിസഭയും പാർലമെന്റും സംസ്ഥാന മന്ത്രിസഭയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നതാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രം എന്ന് പറയുന്നത് എന്തൊക്കെയാ? കേന്ദ്രമന്ത്രിസഭ, അതേപോലെ തന്നെ പാർലമെന്റ്, സംസ്ഥാന മന്ത്രിസഭ, അതേപോലെ തന്നെ നിയമസഭയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇതെല്ലാം അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, ഇവയെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് രാഷ്ട്രം എന്ന് പറയുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 12. സ്റ്റാറ്റ്യൂട്ടറി നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളും എന്ത് ചെയ്യുന്നു? ഇതിൽ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 12 പ്രകാരം സംസ്ഥാനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ പോലും സ്റ്റേറ്റിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ ഇവയുടെ പ്രവർത്തനങ്ങൾ മൗലികാവകാശം ലംഘിക്കപ്പെട്ട ഇവയിൽ ഏതും എന്തിനേയും നിയമസഹായം തേടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 12 എന്തിനെ കുറിച്ചാ? അതായത് ഒരു രാഷ്ട്രം എന്നതിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 12 എന്ന് പറയുന്നത്. അതായത് കേന്ദ്രമന്ത്രിസഭ, പാർലമെന്റ്, സംസ്ഥാന നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, ഇവയെല്ലാം ഉണ്ട്. ഇവയെല്ലാം എന്താണ്? ഈ പറയുന്ന എല്ലാം കൂടി ചേർന്നാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ എന്തെങ്കിലും എന്താണ് നമ്മുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നിയമസഹായം തേടാവുന്നതാണ് എന്നതാണ് ആർട്ടിക്കിൾ 12. ആർട്ടിക്കിൾ 13 പാർലമെന്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങളോ സർക്കാരിന്റെ ഉത്തരവുകളോ മൗലികാവകാശത്തെ ഹനിക്കുകയാണെങ്കിൽ അവയെ അസാധു ആക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമുണ്ട്. അപ്പോൾ പാർലമെന്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന സർക്കാരിന്റെ ഉത്തരവുകളോ മൗലികാവകാശത്തെ ഹനിക്കുകയാണെങ്കിൽ അവ എന്ത് ചെയ്യാം? അസാധുവാക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമുണ്ട്. നമ്മൾ പറഞ്ഞു മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്ന പരമോന്നത നീതിപീഠമാണ് എന്തെന്ന് പറയുന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും. അതിൽ ഏറ്റവും ഉയർന്ന നീതിപീഠം എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം കോടതിയാണ്. ഓക്കെ, ഇനി ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അപ്പൊ ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂവിനെ എന്ന ആശയത്തെ കുറിച്ച് പറയുന്നത്. അത് കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നാ? അമേരിക്കയിൽ നിന്നാണ്. കേന്ദ്രവും സംസ്ഥാനവും സംബന്ധിച്ച വിഷയത്തിൽ കോടതിക്ക് നീതിന്യായ പുനഃപരിശോധന അധികാരം ഉപയോഗിക്കാം. അതും ഏതിൽ തന്നെയാ പറയുന്നത്? ആർട്ടിക്കിൾ 13. ആർട്ടിക്കിൾ 14 എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ്. ആർട്ടിക്കിൾ 14 എന്താണെന്നുള്ളത്. നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം,
നിയമസമത്വം ഒരു പൗരനും നിയമത്തിനു മുന്നിൽ പ്രത്യേക പരിഗണന ലഭിക്കത്തില്ല. തുല്യ നിയമ സംരക്ഷണം. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ എല്ലാ പൗരന്മാരുടെയും ഒരേപോലെ സംരക്ഷിക്കും. ഭരണഘടനയിൽ 14-ാം വകുപ്പ് പ്രതിപാദിക്കുന്നത് ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിനു മുന്നിൽ സമത്വം നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവും നിഷേധിക്കരുത് എന്നാണ്. നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം എന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന എല്ലാവർക്കും തുല്യ സംരക്ഷണം നമുക്ക് തരുന്നതാണ് ആർട്ടിക്കിൾ 14. റൈറ്റ് ടു ഇക്വാളിറ്റി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ എന്താണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും എന്താണ് തുല്യരാണ്? അതായത് ഇന്ത്യയിലുള്ള ഏതൊരു കാര്യങ്ങളും എന്താണ് നമുക്ക് എല്ലാവർക്കും തുല്യമായിട്ട് തന്നെ എന്ന് തന്നെയാണ് പറയുന്നത്. അവനൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ നിയമത്തിന് മുന്നിൽ അവന് എല്ലാവിധ സമത്വങ്ങളും അതേപോലെ തന്നെ എന്താണ് തുല്യ സംരക്ഷണവും നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ആർട്ടിക്കിൾ 15. വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. മതം, വംശം, ജാതി, ലിംഗം, ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ സാമൂഹ്യ സമത്വ സിദ്ധാന്തം ആവിഷ്കരിക്കുകയാണ് ഈ അവകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാർക്ക് 10% സീറ്റുകൾ സംവരണം ചെയ്യുന്നത് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് 15-ൽ 6 എന്ന് പറയുന്നത്. ചോദിച്ചേക്കണ ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്നത്, ഓർത്തു വച്ചോ. അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാർക്ക് 10% വരെ സീറ്റ് സംവരണം ചെയ്യുന്നത് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 15-ൽ 6 ആണ്. ആർട്ടിക്കിൾ 15 എന്താണ് പറയുന്നത്? വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. അതായത് ജാതിയുടെയോ മതത്തിന്റെയോ ലിംഗത്തിന്റെയോ പേരിൽ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റി നിർത്താൻ പാടില്ല. എല്ലാവർക്കും തുല്യം സംരക്ഷണം പ്രൊവൈഡ് ചെയ്യണം. അതാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 അവസര സമത്വം. അതായത് പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. സമത്വത്തെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് തുല്യ പദവിയും അവസര സമത്വവും. തുല്യ പദവിയും അവസര സമത്വവും. അതായത് എന്താണ് അവസര സമത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്? സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവസരങ്ങൾ അനുഭവിക്കാൻ കഴിയുക എന്നത് തന്നെയാണ്. എന്നാൽ പിന്നോക്കം നിൽക്കുന്ന ചില വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രത്യേക പദ്ധതികളും എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് നടപ്പിലാക്കുന്നുണ്ട്. അത് ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത്? അവസര സമത്വമാണ്. ഇപ്പൊ ജോലിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്താണ് ഫുഡ്, അങ്ങനെ എന്ത് കാര്യങ്ങളാണെങ്കിലും എല്ലാവർക്കും അവസര സമത്വം. ഓക്കെ, അതായത് ഇപ്പോൾ സമത്വത്തെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പരാമർശിക്കുന്നുണ്ട് തുല്യ പദവിയും അതേപോലെ തന്നെ അവസര സമത്വവും. അവസര സമത്വം അതായത് എല്ലാ വിഭാഗങ്ങൾക്കും എന്ത് ചെയ്യുക? തുല്യ അവസരങ്ങൾ. ഇപ്പോൾ നമ്മൾ PSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്, അയാൾക്ക് എന്താണ് അയാളുടെ ഏജ് നോക്കുന്നില്ല, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന രീതിയിൽ അയാളുടെ കാസ്റ്റ് നോക്കുന്നില്ല, ഇതൊന്നും നോക്കുന്നില്ല. എന്താണ് എക്സാം എഴുതി കഴിഞ്ഞ് അവര് റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ആദ്യത്തെ റാങ്കിനനുസരിച്ച് ഉള്ള ആളുകൾക്കാണ് ജോലി കിട്ടുന്നത്. അത് പ്രത്യേകിച്ച് ഒന്നും നോക്കിയിട്ടല്ല, നമ്മുടെ എന്താണ് മാർക്ക് നോക്കിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ജോലിക്ക് നമ്മളെ എടുക്കുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 17 മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. അയിത്ത നിർമാർജനത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇങ്ങനെ തന്നെ അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17 പ്രകാരമുള്ള അവകാശം ലംഘിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ് എന്ന് സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്? വ്യക്തമാക്കിയിട്ടുണ്ട്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് ഒത്തിരി തവണ PSC ചോദിച്ചേക്കണെയാണ്. തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955. 1976 ഭേദഗതിയിലൂടെ തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിന് ലഭിച്ച പുതിയ പേരായിരുന്നു എന്തെന്ന് പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്നതാണ് 1976 ഭേദഗതിയിലൂടെ തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിന് ലഭിച്ച പുതിയ പേരാണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട്. അയിത്തം എന്ന പദം ഭരണഘടനയിലോ അതേപോലെ തന്നെ ഈ ഒരു ആക്ടിലോ നിലവിൽ എന്ത് ചെയ്തിട്ടില്ല? നിർവചിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ ഒരു ചോദ്യം ചോദിക്കാം. അതായത് താഴെ പറയുന്നവയിൽ ആർട്ടിക്കിൾ 17 ബന്ധപ്പെടാത്ത പ്രസ്താവന അല്ലെങ്കിൽ ബന്ധപ്പെട്ട പ്രസ്താവന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയിത്തം എന്ന പദം ഭരണഘടനയുടെ ആക്ടിൽ നിർവചിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പെട്ടെന്ന് എന്താണ് അൺടച്ചബിലിറ്റി നമ്മൾ കേട്ടു. അപ്പൊ എന്താണ് ആ പദത്തെ കുറിച്ച് അവൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടാവും എന്ന് നമ്മൾ കരുതും. പക്ഷെ എന്താ? നിലവിൽ അൺടച്ചബിലിറ്റി എന്ന പദം ഭരണഘടനയിലോ
അതേപോലെ തന്നെ എന്താണ് ഈ ആക്ടിലോ എന്ത് ചെയ്തിട്ടില്ല, നിർവചിച്ചിട്ടില്ല. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് ഏത് ആക്ട് പാസാക്കിയത്? നമ്മുടെ അൺടച്ചബിലിറ്റി, അതായത് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്ന ആക്ട് പാസാക്കിയത് മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി. തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 17 ആണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ആർട്ടിക്കിൾ 18 പോകാം. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, അതായത് തലക്കെട്ടുകളുടെ നിരോധനത്തെ കുറിച്ച് ഒത്തിരി തവണ PSC ചോദിച്ചേക്കണേയാണ് കേട്ടോ. അപ്പൊ എന്താണ് അപ്പോ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, തലക്കെട്ടുകളുടെ നിരോധനത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ 18 ആണ്. സൈനികമോ വിദ്യാഭ്യാസപരമോ ആയ മറ്റേതൊരു ബഹുമതികളും പേരിനൊപ്പം ചേർക്കുന്നതിൽ നിന്ന് എന്താണ് വിലക്കുന്നു? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്നാണ് പറയുന്നത്. അതായത് എന്താണ് സൈനികമോ വിദ്യാഭ്യാസപരമോ ആയ മറ്റേതൊരു ബഹുമതികളും പേരിനൊപ്പം ചേർക്കുന്നതിൽ നിന്നും വിലക്കുന്നതാണ് 18-ൽ 1. വിദേശത്തു നിന്ന് നേടുന്ന ഒരു ബഹുമതികളും ഒരു ഇന്ത്യൻ പൗരൻ തന്റെ പേരിനൊപ്പം ചേർക്കാൻ പാടുള്ളതല്ല എന്ന് പറയുന്നത് 18-ൽ 2 ആണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ ആർട്ടിക്കിളിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 18 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 സ്ഥാനപ്പേരുകൾ, അതായത് തലക്കെട്ടുകളുടെ നിരോധനം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 18 എന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മൗലിക അവകാശങ്ങൾ നമുക്കറിയാം. ഈ 6 മൗലിക അവകാശങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏത് വകുപ്പിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 19-ലാണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 19. 19A പറയുന്നത് സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 6 മൗലിക അവകാശങ്ങൾ നമുക്കറിയാം. ആ മൗലിക അവകാശങ്ങൾ 6 ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. നമുക്ക് ആരുടെ അടുത്തും സംസാരിക്കാം. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ആശയങ്ങൾ നമുക്ക് അവരിലേക്ക് എന്ത് ചെയ്യാം, പങ്കുവയ്ക്കാം. അടുത്തത് നിരായുധരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. അതായത് നമ്മുടെ കയ്യിൽ എന്താ ഈ പറയുന്ന ലെവലിലുള്ള എന്തെങ്കിലും ആയുധങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും എവിടെ വേണമെങ്കിലും ഇരുന്ന് കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കാനുള്ള, സമാധാനപരമായിട്ട് സംസാരിക്കാനും സമ്മേളിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, അതായത് ചെറിയ സംഘടനകൾ നമുക്ക് എന്ത് ചെയ്യാം, രൂപം കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാം. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഇന്ത്യയിലുടനീളം എവിടെ വേണമെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ അവന് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് ഇന്ത്യയിൽ പോവാം. നമുക്ക് നമ്മുടെ കയ്യിൽ എന്തുണ്ടായാൽ മതി, നമ്മൾ ഇന്ത്യൻ പൗരനാണെന്നുള്ള ആ ഒരു ഐഡന്റിറ്റി, അത് മാത്രം മതി നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എവിടെ വേണമെങ്കിലും പോയി എന്ത് ചെയ്യാം, താമസിക്കാൻ പറ്റും. അപ്പൊ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം, കച്ചവടം എന്നിവ തുടങ്ങുന്നതിനും നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം, അതും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കെപ്പോഴും ഇഷ്ടമുള്ള ജോലികൾ ചെയ്യണം. എപ്പോഴും അത് അങ്ങനെയാണ് കേട്ടോ. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള ജോലികൾ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനൊരു മടുപ്പ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള ജോലിയിൽ ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേരുക. പിന്നീട് എന്ത് ചെയ്യുക, അവിടെ എന്താണ് റിലാക്സ് ആയി വളരെ സന്തോഷത്തോടു കൂടി ആ ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ LDC എല്ലാവർക്കും എന്ത് ചെയ്യട്ടെ, കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി എന്താണ് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇനി സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം 44-ാം ഭേദഗതിയിലൂടെ മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്തു. ഈ 6 മൗലിക അവകാശങ്ങളും രാജ്യത്തിന്റെ പൗരന്മാർക്കും അതേപോലെ തന്നെ രാജ്യത്തെ കമ്പനികളുടെ ഓഹരിയുടെ മകൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. വിദേശികൾക്കോ അല്ലെങ്കിൽ ബാക്കി ആളുകൾക്കോ ഒന്നും എന്ത് ചെയ്യത്തില്ല, ഈ പറയുന്ന 6 മൗലിക അവകാശങ്ങൾ ലഭ്യമാകത്തില്ല. അപ്പോൾ ഇതാണ് ഈ പറയുന്ന 6 മൗലിക അവകാശങ്ങൾ. അപ്പോൾ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 19 ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 19. ഓക്കെ, ഇനി നമുക്ക് ആർട്ടിക്കിൾ 20 നോക്കാം. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പ്രൊവൈഡ് ചെയ്യുന്നത്. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. മുൻകാല പ്രാബല്യത്തിലൂടെ ക്രിമിനൽ നിയമങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പാസ്സാക്കാൻ പാടില്ല. നിലവിലുള്ള നിയമത്തെ ലംഘിക്കുന്ന ആളാണ്
നിലവിലുള്ള നിയമത്തെ അത് ലംഘിക്കുന്ന ആളാണ് കുറ്റവാളി എന്ന് പറയുന്നത്. അതായത് നിലവിലൊരു നിയമമുണ്ട്, ആ നിലവിലെ നിയമം അനുഷ്ഠാനിക്കുന്നത് പോലെ എന്ത് ചെയ്യാൻ പറ്റും, അവനെ കുറ്റവാളിയായിട്ട് നമുക്ക് എന്താണ് കണക്കെടുക്കാൻ പറ്റും. പക്ഷെ പണ്ടത്തെ ഒരു നിയമം വെച്ച് അവനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കുറ്റവാളിയാണെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. ഇപ്പോൾ എന്താണോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമം എന്താണോ അനുശാസിക്കുന്നത് അതനുസരിച്ചായിരിക്കും ആ ഒരു ആളെ കുറ്റവാളിയാണോ അല്ലയോ എന്ന് കരുതുന്നത്. കുറ്റം ചെയ്യുന്ന സമയത്ത് പ്രാബല്യത്തിലുണ്ടായിരുന്ന നിയമപ്രകാരം ചുമത്തുന്നതായിരുന്നാൽ കൂടുതലായ ശിക്ഷയ്ക്കോ പിഴക്കോ ആളെ വിധേയമാക്കാൻ പാടുള്ളതല്ല. ഓക്കെ, അതായത് കറന്റ്ലി എന്താണോ അതായിരിക്കും അവിടെ നടപ്പാക്കുന്നത്. ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നതാണ് ആർട്ടിക്കിൾ 21. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 21 അടിസ്ഥാനത്തിലാണ്. ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്ക് തരുന്നത് ആർട്ടിക്കിൾ 21 ആണ്. അപ്പോൾ ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം എന്ത് ചെയ്യാം, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഒത്തിരി തവണ PSC ചോദിച്ചേക്കണ ചോദ്യമാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത അനുച്ഛേദം, ആർട്ടിക്കിൾ, വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ അതാണ് ആർട്ടിക്കിൾ 21 അതേപോലെ തന്നെ 20 അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾ 20 21. ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ 14, 19, 21. ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി, അതേപോലെ തന്നെ ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നു. അതേപോലെ തന്നെ എന്താണ് ആർട്ടിക്കിൾ 21 അതായത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സ്വാതന്ത്ര്യം. ഈ 3 ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട്. ഇനി ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നു. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടന ഭേദഗതി. 86 ഭരണഘടനാ ഭേദഗതിയിലാണ് എന്ത് ചെയ്തത്, വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത്. 86 ഭരണഘടനാ ഭേദഗതി എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2002 86 ഭരണഘടനാ ഭേദഗതി 2002. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നതാണ് ഏത്, ഈ പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 21A എന്താണ്, എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നു. പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം അങ്ങനെ പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26 പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2019 ഏപ്രിൽ 1. എല്ലാം ചോദിച്ചേക്കണെയാണ്. അപ്പോൾ പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2019 ഏപ്രിൽ 1. പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26. ഇനി എന്താണ് ആർട്ടിക്കിൾ 22? അന്യായമായ അറസ്റ്റിനും തടങ്കൽ വയ്ക്കുന്നതിനും എതിരായിട്ടുള്ള അവകാശമാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 22. അന്യായമായ അറസ്റ്റിനും തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22. അന്യായമായി അറസ്റ്റ് ചെയ്യുന്നതിനും തടങ്കലിൽ വയ്ക്കുന്നതിനുമെതിരെ 22-ാം വകുപ്പ് സംരക്ഷണം ഉറപ്പ് നൽകുന്നു. 3 അവകാശങ്ങളെയാണ് അങ്ങനെ നമ്മുടെ അടുത്ത് ഉറപ്പ് നൽകുന്നത്. ഒന്ന്, അറസ്റ്റ് ചെയ്യപ്പെട്ട ആള് അറസ്റ്റിന്റെ കാരണം അറിയാനുള്ള അവകാശമുണ്ട്. ശരിക്കും നമ്മൾ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വേണ്ട കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. അപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരു അറസ്റ്റ് വരികയാണെങ്കിൽ ആ വ്യക്തി അറസ്റ്റിന്റെ കാരണം അറിയാനുള്ള അവകാശം ആ വ്യക്തിക്കുണ്ട്. ഓക്കെ, അപ്പൊ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ഉറപ്പായിട്ടും ചോദിക്കാം എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന്. ഇനി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കാനുമുള്ള അവകാശം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മൾ സിനിമയിലൊക്കെ കണ്ടേണ്ട എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് വരും. ആ അഡ്വക്കേറ്റിന്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കേസിനെ കുറിച്ച് സംസാരിക്കാനുള്ള
പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വയ്ക്കപ്പെടുന്ന ആളെ 24 മണിക്കൂറിനകം തൊട്ടടുത്ത എന്ത് ചെയ്യണം, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. അപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, തൊട്ടടുത്ത മജിസ്ട്രേറ്റിന് മുന്നിൽ 24 അവേഴ്സിനുള്ളിൽ എന്ത് ചെയ്യണം, അയാളെ ഹാജരാക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിച്ച് അയാളെ എന്ത് ചെയ്യാം, കണ്ടെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇനി കരുതൽ തടങ്കൽ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായി പട്ടേലാണ്. എന്ത്, കരുതൽ തടങ്കൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് സർദാർ വല്ലഭായി പട്ടേൽ. കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് AK ഗോപാലൻ. ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി തവണ ചോദിച്ചേക്കണെയാണ്. അപ്പോൾ കരുതൽ തടങ്കൽ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് സർദാർ വല്ലഭായി പട്ടേലും കരുതൽ തടങ്കൽ ബില്ല് നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് AK ഗോപാലൻ. കരുതൽ തടങ്കൽ എത്ര മാസം വരെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 മാസം വരെ നമുക്ക് എന്ത് ചെയ്യാം, കരുതൽ തടങ്കൽ നീട്ടിക്കൊണ്ടുപോകാനായിട്ട് പറ്റും. 3 മാസം വരെ. കരുതൽ തടങ്കൽ നിയമത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 1950 ഫെബ്രുവരി 25. കരുതൽ തടങ്കൽ നിയമം നിലവിൽ വന്നത് 1950 ഫെബ്രുവരി 26-നാണ്. അപ്പൊ ഒത്തിരി ഒന്നും നമ്മൾ പഠിക്കേണ്ട. അതായത് എന്താണ്, ഈ പറയുന്ന കരുതൽ തടങ്കൽ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് സർദാർ വല്ലഭായി പട്ടേലാണ്. ആദ്യം കരുതൽ തടങ്കൽ നിയമപ്രകാരം ഒത്തിരി തവണ ചോദിച്ചതാണ് AK ഗോപാലനാണ്. കരുതൽ തടങ്കൽ നിയമം എത്ര മാസം നീട്ടിക്കൊണ്ടുപോകാം, 3 മാസം. കരുതൽ തടങ്കൽ പ്രസിഡന്റ് അംഗീകാരം ലഭിച്ചത് 50 ഫെബ്രുവരി 25. കരുതൽ തടങ്കൽ നിയമം നിലവിൽ വന്നത് 1950 ഫെബ്രുവരി 26. ഇനി ആർട്ടിക്കിൾ 23-24 ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. ആർട്ടിക്കിൾ 23 പറയുന്നത് അടിമപ്പണി അല്ലെങ്കിൽ കൂലി നൽകാതെ നിർബന്ധിത വേല ചെയ്യിപ്പിക്കൽ, മനുഷ്യ വ്യാപാരം, അടിമകളാക്കി ഉപയോഗിക്കുക തുടങ്ങിയ ഭരണഘടന നിരോധിച്ചിരിക്കുന്നു. അതായത് മനുഷ്യ കച്ചവടവും ബേഗാറും അതുപോലെ നിർബന്ധിച്ച് പണി ചെയ്യലിന്റെ മറ്റു രൂപങ്ങളും നിരോധിച്ചിരിക്കുന്നതാണ് ഈ വ്യവസ്ഥയിലൂടെ. ഇത് ലംഘനം ചെയ്യുന്ന ലംഘന നിയമം അനുസരിച്ച് ശിക്ഷിക്കാവുന്ന ഒരു കുറ്റമായിരിക്കുന്നതും ആകുന്നു ആർട്ടിക്കിൾ 23(1) പ്രകാരം. ഓക്കെ, അതായത് എന്താണ്, 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യരുത്, അന്യായമായി ഈ പറയുന്ന അടിമപ്പണിയോ അല്ലെങ്കിൽ ഈ പറയുന്ന നിർബന്ധിതമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും അടിമകളാക്കാൻ പാടില്ല. അതേപോലെ തന്നെ അടിമപ്പണി അല്ലെങ്കിൽ കൂലി നൽകാതെ നിർബന്ധിത വേല, ഇതൊന്നും മനുഷ്യ വ്യാപാരം, ഇതൊന്നും ആർട്ടിക്കിൾ 23 പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നത് ശിക്ഷാർഹമായിട്ടാണ് കരുതുന്നത്. ഓക്കെ, അപ്പോൾ അത് ബാലവേല അല്ല കേട്ടോ. ബാലവേല അടുത്തയിലാണ് വരുന്നത്, 14 വയസ്സിൽ താഴെയുള്ളത്. ഇത് ഏതൊരു വ്യക്തിക്കും അടിമപ്പണി അല്ലെങ്കിൽ കൂലി നൽകാതെ നിർബന്ധിത വേല ചെയ്യിപ്പിക്കൽ, മനുഷ്യ വ്യാപാരം, അടിമകളാക്കി ഉപയോഗിക്കുക, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് കോടതി മുമ്പാകെ സമർപ്പിക്കാവുന്നതാണ്, നമ്മുടെ മൗലികാവകാശങ്ങൾ ലംഘനവുമായി ബന്ധപ്പെട്ട്. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ആർട്ടിക്കിൾ 24 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ബാലവേല നിരോധനം. ഇത് പ്രകാരം വ്യവസായശാലകൾ അതേപോലെ തന്നെ അപകടകരമായ മേഖലകൾ കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. വ്യവസായശാലകൾ, കമ്പനികൾ എന്നിവ പോലെയുള്ള അപകടകരമായ മേഖലകളിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കുന്നത് ഭരണഘടന വിലക്കിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ വ്യവസായശാലകളാണെങ്കിലും കമ്പനികളാണെങ്കിലും 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അവിടെ ഈ പറയുന്ന നമ്മുടെ അപകടകരമായ സിറ്റുവേഷനിലോ അതേപോലെ തന്നെ ജോലിക്ക് കൂലി നൽകാതെ ഒക്കെ അവരെ അവിടെ നിർത്തുകയാണെങ്കിൽ അവരുടെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാം, കേസെടുക്കാം. ബാലവേല ചെയ്തു എന്നുള്ള പേരിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ കൊണ്ട് കേസെടുപ്പിക്കാവുന്നതാണ്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റെഗ്മാർക്ക് എന്ന് പറയുന്നത്. റെഗ്മാർക്ക് നിലവിൽ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്ന പേരിലാണ്. നൊബേൽ സമ്മാന ജേതാവായ കൈലാസ് സത്യാർത്ഥിയാണ് ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത്. റെഗ്മാർക്ക് എന്നുള്ളതൊക്കെ നമുക്കറിയാം. കൈലാസ് സത്യാർത്ഥിക്കും അതേപോലെ തന്നെ ആർക്കാണ് ആ സമയത്ത് മലാല യൂസഫ്സായിക്കുമാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടുന്നത്. അതൊക്കെ നമ്മൾ ആ ഒരു സെഷനിൽ പഠിക്കും. ഇനി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. എന്താണ് മതേതരത്വം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഒരു മതത്തെയും ഇന്ത്യ എന്ത് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്നു. പൗരന് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉണ്ട്. പൗരൻ സ്വീകരിച്ച മതത്തിന്റെ അടിസ്ഥാനത്തിൽ
വിവേചനവും പാടില്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഒരു മതം, അതായത് മതേതരത്വ രാജ്യമാണ്. അതായത് ഒരു മതത്തെയും എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നില്ല, പരിപോഷിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒരേ ഇക്വാളിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. ആർട്ടിക്കിൾ 25 സ്വന്തമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം 25(1) നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ അവകാശം പൗരന്മാർക്കും വിദേശികൾക്കും എന്ത് ചെയ്യാം, അനുവദനീയമാണ്. ആർട്ടിക്കിൾ 26 മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യത്തെയാണ് ആർട്ടിക്കിൾ 26 പറയുന്നത്. ആർട്ടിക്കിൾ 27 ഏതെങ്കിലും മതത്തിന്റെ മതവിഭാഗത്തിന്റെയോ വിപുലീകരണത്തിനും പരിപാലനത്തിനും വേണ്ടി ഒരു വ്യക്തിയും നികുതി അടയ്ക്കാൻ നിർബന്ധിതരല്ല. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മളൊരു മതത്തിൽ വിശ്വസിച്ചു, ആ മതത്തിൽ വിശ്വസിക്കുന്നതിന്റെ പേരിൽ നമ്മളിൽ നിന്നും എന്ത് ചെയ്യില്ല, പൈസ ഈടാക്കേണ്ടതല്ല. ഇനി എന്നാൽ തീർത്ഥാടകർക്ക് ചില സേവനങ്ങൾ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് അവരിൽ നിന്നും എന്ത് ചെയ്യാം, ഫീസ് ഈടാക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ എന്താണ്, ആ ഒരു സ്ഥാപനത്തിന്റെ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ പ്രസാദോ അങ്ങനെ കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ നിന്ന് നമ്മൾ തരുന്നുണ്ട്, അതിനൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിൽ നിന്നും പൈസ ഈടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് എന്ത് ചെയ്യാം, നമ്മൾക്ക് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഫീസ് ഈടാക്കാം. അതായത് തീർത്ഥാടകർക്ക് ചില പ്രത്യേക സേവനങ്ങളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കാം എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 28 ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്താനോ മതാചാരങ്ങൾ നിർബന്ധിക്കുവാനോ പാടുള്ളതല്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 28. ഇനി ആർട്ടിക്കിൾ 29 ഭാരതത്തിന്റെ ഭൂപ്രദേശത്തെ അതിന്റെ ഏതെങ്കിലും ഭാഗത്തോ താമസിച്ചിരിക്കുന്ന പൗരന്മാരിൽ ഭിന്നമായ ഒരു ഭാഷയോ ലിപിയോ സംസ്കാരമോ സ്വന്തമായുള്ള ഏതൊരു വിഭാഗത്തിനും അത് സംരക്ഷിക്കുന്നതിന് അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ 29(1) ഭാരതത്തിന്റെ ഭൂപ്രദേശത്തോ അതിന്റെ ഏതെങ്കിലും ഭാഗത്തോ താമസിച്ചിരിക്കുന്ന പൗരന്മാരിൽ നിന്ന് ഭിന്നമായ ഒരു ഭാഷയോ ലിപിയോ സംസ്കാരമോ സ്വന്തമായുള്ള ഏതൊരു വിഭാഗത്തിനും ആ സംരക്ഷിക്കുന്നതിന് അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷം എന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഇരിക്കുന്ന ആർട്ടിക്കിൾ 29 ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷം എന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ആർട്ടിക്കിൾ. ഇനി ആർട്ടിക്കിൾ 30 മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നു. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 3 വിധത്തിലാണുള്ളത്. ഒന്ന്, സംസ്ഥാനത്തിന്റെ അംഗീകാരവും സഹായവും ലഭ്യമാക്കുന്നവ. സംസ്ഥാനത്തിന്റെ അംഗീകാരവും സഹായവും ലഭ്യമാക്കുന്നവ. 2, സംസ്ഥാനത്തിന്റെ അംഗീകാരം ലഭിക്കുന്നതും സഹായം ലഭിക്കാത്തതുമായ സ്ഥാപനങ്ങൾ. 3, ഭരണകൂടത്തിൽ നിന്ന് അംഗീകാരമോ സഹായമോ ആവശ്യപ്പെടാത്ത സ്ഥാപനങ്ങൾ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അതായത് മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനും അവകാശം ഉറപ്പു നൽകുന്നു. ആ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 3 വിധത്തിലാണുള്ളത്. 1, സംസ്ഥാനത്തിന്റെ അംഗീകാരവും സഹായവും ലഭ്യമാക്കുന്നവ. 2, സംസ്ഥാനത്തിന്റെ അംഗീകാരവും ലഭിക്കുന്നതും സഹായം ലഭിക്കാത്തതുമായിട്ടുള്ള സ്ഥാപനങ്ങൾ. 2, ഭരണകൂടത്തിൽ നിന്ന് അംഗീകാരമോ സഹായമോ ആവശ്യപ്പെടാത്ത സ്ഥാപനങ്ങൾ. ആർട്ടിക്കിൾ 32 മോസ്റ്റ്ലി റിപ്പീറ്റഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതായത് നമ്മുടെ ഈ പറയുന്ന മൗലിക അവകാശങ്ങളില് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമാണ്. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. അവകാശങ്ങളുടെ ലംഘനം ഉണ്ടായാൽ ഒരു പൗരനെ സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാമെന്ന് പറയുന്ന അനുച്ഛേദം. മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കാൻ അവകാശമുണ്ട്. ആ അവകാശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആർട്ടിക്കിൾ 32. നമ്മൾ പറഞ്ഞു, അതായത് നമ്മുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. അങ്ങനെ സുപ്രീം കോടതി അധികാരങ്ങൾ, അതായത് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് സുപ്രീം കോടതി 32. ഇനി ഹൈക്കോടതി ആണെങ്കിലോ 226. അപ്പൊ ഏറ്റവും വലുത് ചെറുതുമാണ്, ചെറുത് എന്താണ് വലുതുമാണ് എന്നോർത്താൽ മതി. അപ്പൊ സുപ്രീം കോടതി 32, ഹൈക്കോടതി 226. ഇനി മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് അറിയപ്പെടുന്നത് അനുച്ഛേദം 32. ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചു എന്ത്, ഈ പറയുന്ന മൗലികാവകാശങ്ങളുടെ
എന്താണ് ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഈ പറയുന്ന നമ്മുടെ ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 32 മൗലികാവകാശങ്ങളുടെ സർവ്വവിധ സംരക്ഷണവും ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 33 സായുധ സേന, പാരാമിലിറ്ററി സേന, പോലീസ് സേന, രഹസ്യസേന, സമാന സേവനങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ പാർലമെന്റ് മൗലികാവകാശങ്ങളുടെ പ്രയോഗം നിയന്ത്രിക്കുവാനോ റദ്ദാക്കുവാനോ കഴിയുമെന്ന് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 33. അതായത് സായുധ സേന, പാരാമിലിറ്ററി സേന, പോലീസ് സേന, രഹസ്യസേന, സമാന സേവനങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ പാർലമെന്റ് എന്ത് ചെയ്യാം? മൗലികാവകാശങ്ങളുടെ പ്രയോഗം നിർദ്ദേശിക്കുവാനോ റദ്ദാക്കുവാനോ കഴിയില്ലെന്ന് പറയുന്ന അനുച്ഛേദം. ആർട്ടിക്കിൾ 34 ഏതെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിലിരിക്കുമ്പോൾ മൗലികാവകാശം പരിമിതപ്പെടുത്തുന്നത് അനുവദനീയമാണ് എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ഏതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 34. ആർട്ടിക്കിൾ 35 നിർദ്ദിഷ്ട മൗലികാവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് നിയമങ്ങൾ നിർമ്മിക്കുവാനോ അധികാരം പാർലമെന്റിന് മാത്രമുള്ളൂ എന്ന് സംസ്ഥാന നിയമസഭകൾക്കില്ല എന്നും പറയുന്നതാണ് ആർട്ടിക്കിൾ 35. അങ്ങനെ ആർട്ടിക്കിൾ 35 പ്രകാരം പാർലമെന്റ് നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഷയങ്ങളാണ് തദ്ദേശീയവാസികളെ ചില ജോലികൾക്കായി സംസ്ഥാനങ്ങളിലൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ മറ്റ് അതോറിറ്റികളിലോ നിയമിക്കാനുള്ള അവകാശം, മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനായിട്ട് എല്ലാത്തരം നിർദ്ദേശങ്ങളും ഉത്തരവും അതേപോലെ തന്നെ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള കോടതികളെ അധികാരപ്പെടുത്തുന്ന ആർട്ടിക്കിളാണ് 32. സായുധ സേനയിലും പോലീസ് സേനയിലുമുള്ള അംഗങ്ങളുടെ മൗലിക അവകാശങ്ങൾ പരിമിതപ്പെടുത്തുന്നതിന് നീക്കം ചെയ്യുന്നതിനുള്ള അവകാശം 33. അതേപോലെ ഏതെങ്കിലും പ്രദേശത്തെ പട്ടാള നിയമത്തിന്റെ പ്രവർത്തനത്തിനിടയിൽ ചെയ്ത പ്രവൃത്തികൾക്ക് എന്തെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന് മറ്റെന്തെങ്കിലും വ്യക്തിക്കോ നഷ്ടപരിഹാരം നൽകുന്നതിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 34 പെടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിനെ കുറിച്ച് ആർട്ടിക്കിൾ നമ്മൾ പറയാനുള്ളത്. അപ്പോൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത് ഏതിലാണ് 12 മുതൽ 35 എന്ന് പറയുന്നത്? പാർട്ട് 3 ഇത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മൗലികാവകാശങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മൗലികാവകാശം എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാ? അമേരിക്കയിൽ നിന്നാണ് മൗലികാവകാശം എന്ന് പറയുന്ന ഒരു എന്താണ് മൗലികാവകാശം എന്ന് പറയുന്നത് കടമെടുത്തത് എവിടെ നിന്നാ? ഈ പറയുന്ന നമ്മുടെ അമേരിക്കയിൽ നിന്നാണ്. അതേപോലെ തന്നെ എന്താണ് ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൗലികാവകാശം എന്ന് വിളിക്കുന്നത്. പാർട്ട് 3 12 to 35 കടമെടുത്തത് അമേരിക്ക. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് എന്തെന്ന് പറയുന്നത്? റിട്ട് എന്ന് പറയുന്നത്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്തത് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ബയോളജിയാണ്. അപ്പോൾ ബയോളജിയുടെ ഒരു ഭാഗത്തേക്ക് നമുക്കിനി പോകാം. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സബ് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? ലൈക്ക് അടിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും, ഇനി നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടത്, അതേപോലെ തന്നെ ഞാൻ പറയുന്നതിൽ സൗണ്ട് കുറവുണ്ടോ, അതേപോലെ തന്നെ എന്താണ് പറയുന്ന സ്പീഡ് കൂടുതലാണോ, റിപ്പീറ്റ് ചെയ്യുന്നത് ആവശ്യം ഇല്ലയോ അല്ലെങ്കിൽ ആവശ്യമുണ്ടോ, അങ്ങനെ എന്ത് നിർദ്ദേശങ്ങളുണ്ടെങ്കിലും താഴെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ എല്ലാം മാക്സിമം ഓരോ പ്രാവശ്യവും ഓരോ വീഡിയോസ് നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം പരിഗണിച്ചാണ് പോകുന്നത്. എന്നെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം, ഞാൻ മാത്രമേ ഉള്ളൂ ഇത് ചെയ്യാനൊക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി ബയോളജിയാണ്. ബയോളജിയിൽ നമുക്കിന്ന് പഠിക്കാനുള്ളത് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ പറയുന്ന ബയോളജിയുടെ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും. ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നും മാർക്ക് വരുന്നതായിരിക്കും. പച്ചക്കറികളിൽ നിന്നും ലഭിക്കുന്ന പോഷകമാണ് ജീവകങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ പച്ചക്കറികളിൽ നിന്നും ലഭിക്കുന്ന പോഷകമാണ് എന്തെന്ന് പറയുന്നത്? ജീവകങ്ങൾ എന്നറിയപ്പെടുന്നത്. ജീവകങ്ങൾ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ഫെഡറിക് ഹോക്കിനാണ് ജീവകങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ ജീവകങ്ങൾ ആരാണ് കണ്ടെത്തിയത്? ഫെഡറിക് ഹോക്കിനാണ്. ജീവകങ്ങൾക്ക് ആ പേര് നൽകിയത് ആരാന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് കാസിമർ ഫങ്ക്. അപ്പോൾ ജീവകങ്ങൾക്ക് ആ പേര് നൽകിയത് കാസിമർ ഫങ്ക്. ജലത്തിൽ ലയിക്കുന്ന കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ എന്നും നമുക്ക് ജീവകങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പോൾ എന്താണ് ജീവകങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം? ഒന്ന് എന്താണ് ജലത്തിൽ ലയിക്കുന്നവ, രണ്ടാണ്
കൊഴുപ്പിൽ ലയിക്കുന്നവ. ഇനി ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ഏതെന്ന് പറയുന്നത് ബിയും സിയുമാണ്. ജലത്തിൽ ലയിക്കുന്നത് ബിയും സിയുമാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അടയ്ക്ക് എന്നോർത്താൽ മതി. അടയ്ക്ക് ADEK ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകം എന്ന് പറയുന്നത്. അപ്പോൾ ജീവകത്തിന് ആ പേര് കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ കാസിമർ ബംഗാണ്. ഇനി ജീവകങ്ങൾ കണ്ടെത്തിയതാണെന്ന് ചോദിച്ചാൽ ഫെഡറിക് ഹോപ്കിൻ ആണ്. ഇനി ജീവകങ്ങളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ജലത്തിൽ ലയിക്കുന്നവ, രണ്ട് എന്ത് ഈ പറയുന്ന ജലത്തിൽ ലയിക്കാത്തവ. അപ്പോൾ ജലത്തിൽ ലയിക്കുന്നവയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? BC എന്ന് വിളിക്കാം. അതായത് ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്നവ. ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ADEK അടയ്ക്ക്. ഇനി ജീവകം A, മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാ കാണുന്ന ജീവകമാണ് ജീവകം A എന്ന് പറയുന്നത്. ജീവകം എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ. ജീവകം A റെറ്റിനോൾ. പ്രോവൈറ്റമിൻ A എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് കരോട്ടിൻ എന്ന് പറയുന്നത്. ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണം, നമ്മളെപ്പോഴും BSc ചോദിക്കുന്ന ചോദ്യമാണ്, ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണമാണ് എന്ത്? കരോട്ടിൻ. ജീവകം A സംഭരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ സംഭരിക്കുന്നത് കരളിലാണ്. അപ്പോൾ ജീവകം A സംഭരിക്കുന്നത് എവിടെയാ? കരളിലാണ്. കണ്ണേ, കരളെ, തേനെ, പാലെ, ഹൃദയി. അപ്പോൾ അങ്ങനെ നമ്മളൊരു കോഡുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. കണ്ണേ എന്ന് പറയുമ്പോൾ കണ്ണ് A, ഓക്കെ. കരളെ, കരളെ എന്ന് പറയുമ്പോൾ കരള് A, ഓക്കെ. അപ്പോൾ അത് നമ്മൾ അടുത്ത ദിവസം കോഡിൽ പറയാം. അപ്പോൾ ജീവകം A സംഭരിക്കുന്നത് കരളിലാണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ A എന്ന് പറയുന്നത്. കണ്ണിന്റെ എന്താണ് ആരോഗ്യത്തിന് നമുക്കറിയാം. ഈ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ അടുത്ത് അമ്മ പറയും ചീര, അതേപോലെ തന്നെ എന്താണ് ക്യാരറ്റ്, പയറ് ഇല, മുരിങ്ങയില അതൊക്കെ കഴിക്കാൻ പറയും. എന്തിനാ? കാഴ്ചശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ജീവകം Aയുടെ എന്താണ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്തൊക്കെ? ഈ പറയുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ കഴിക്കാം. ജീവകം Aയുടെ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്തത, സിറോഫ്താൽമിയ. അപ്പോൾ ജീവകം Aയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത, സിറോഫ്താൽമിയ. ജീവകം ധാരാളം കാണപ്പെടുന്നത് ക്യാരറ്റിലും അതേപോലെ തന്നെ ചീരയിലുമാണ്. അപ്പോൾ എന്താണ്? വൈറ്റമിൻ A ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ജീവകം ഏതാ? ക്യാരറ്റിലും അതേപോലെ തന്നെ ചീരയിലുമാണ്. പാലുൽപ്പന്നങ്ങൾ കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില ഇവയിലൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാ ചോദിച്ചാൽ വൈറ്റമിൻ A ആണ്. ജീവകം A കണ്ടെത്തിയത് മാർഗരറ്റ് ഡേവിഡും അതേപോലെ തന്നെ എൽമർ മക്കുലും. ഇമ്പോർട്ടൻ്റ് ആണ്. ജീവകം A കണ്ടെത്തിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് മാർഗരറ്റ് ഡേവിസും എൽമർ മക്കുലും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതായത് ജീവകം A എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ് ഇത് സംഭരിക്കുന്നത്. ജീവകം A ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന്റെ കാരണം കരോട്ടിനാണ്. ജീവകം A ഉൽപ്പാദിപ്പിക്കുന്നത് ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുമ്പോഴാണ് നമുക്കത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്? ക്യാരറ്റ്, ചീര, ചേമ്പില, മുരിങ്ങയില അതൊക്കെയാണ്. ആരാണ് കണ്ടുപിടിച്ചത്? മാർഗരറ്റ് ഡേവിസും എൽമറും. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. അപ്പൊ കാൽസിഫെറോൾ എന്നറിയപ്പെടുന്ന ഏതാ? ജീവകം D ആണ്. ജീവകം ഡിയുടെ അപരനാമമാണ് സൺഷൈൻ വൈറ്റമിൻ. നമ്മൾ പറയാനില്ല വൈറ്റമിൻ D കിട്ടണമെങ്കിൽ കുറച്ചു നേരം വെയിലത്ത് പോയി നിൽക്കണമെന്ന്. അപ്പോൾ വെയിലത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ജീവകം D എന്ന് പറയുന്നത്. അപ്പൊ ജീവകം ഡിയുടെ അപരനാമമാണ് സൺഷൈൻ വൈറ്റമിൻ. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകമാണ് ജീവകം D. പയോറിയ ബാധിക്കുന്ന അവയവം ഏതാന്ന് PSc അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് മോണയാണ്. പെല്ലഗ്ര ബാധിക്കുന്ന അവയവമാണ് ത്വക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പെല്ലഗ്ര ബാധിക്കുന്നത് ത്വക്കിലാണ്. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം D. ജീവകം ഡിയുടെ അപര്യാപ്ത രോഗം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഏത്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗീകരണത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് ജീവകം D. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ D ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ. ജീവകം D ധാരാളമായി കാണപ്പെടുന്നത് മത്സ്യ എണ്ണയിലാണ്. ജീവകം D ധാരാളമായി കാണപ്പെടുന്നത് മത്സ്യ എണ്ണ. ജീവകം D ആയി മാറുന്ന കൊഴുപ്പാണ് എർഗോസ്റ്റിറോൾ. ഓക്കെ. അപ്പോൾ എർഗോസ്റ്റിറോൾ ആണ് എന്തായിട്ട് മാറുന്നത്? ജീവകം D ആയി മാറുന്ന കൊഴുപ്പ് എർഗോസ്റ്റിറോൾ. ജീവകം D പ്രധാനമായും ലഭിക്കുന്ന ഭക്ഷ്യവസ്തു എന്ന് പറയുന്നത് പാലുൽപ്പന്നങ്ങളിൽ നിന്നാണ്. ജീവകം D പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്നത്. അടുത്തത് ജീവകം E. ജീവകം ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫിറോൾ. ചോദിച്ചതിൻ്റെ കേട്ടോ, ടോക്കോഫിറോൾ താഴെ പറയുന്നവയിൽ ഏത് ജീവകമാണുള്ളത്? അത് ജീവകം E ആണ്, ടോക്കോഫിറോൾ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ ജീവകം E ആണ്. അപര്യാപ്തത രോഗമാണ് വന്ധ്യത.
അപ്പോൾ ഇതിന്റെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ജീവകം ഇ നമുക്കറിയാം, ഈ എന്താണ് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. അതൊക്കെ പൊട്ടിച്ച് മുഖത്ത് തേക്കല് അങ്ങനെയുള്ള പരിപാടികളൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഇ. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം വൈറ്റമിൻ ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം. ജീവകം ഇ പ്രധാനമായും ലഭിക്കുന്നത് സസ്യ എണ്ണയിൽ നിന്നാണ്. അപ്പോൾ ജീവകം ഇ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എന്തിൽ നിന്നാ? സസ്യ എണ്ണയിൽ നിന്നാണ്. അടുത്തത് ജീവകം കെ. ജീവകം കെയുടെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്വിനോൺ. അപ്പോൾ ഫില്ലോക്വിനോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജീവകം കെ ആണ്, ഫില്ലോക്വിനോൺ. കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം കെ എന്ന് പറയുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം, അതാണ് ജീവകം കെ. അതായത് ജീവകം കെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? രക്തം കട്ട പിടിക്കത്തില്ല, നമ്മൾ രക്തം വാർന്നൊലിച്ച് തട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം. അതേപോലെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് ഹീമോഫീലിയ. നമുക്കറിയാം, ഹീമോഫീലിയ എന്ന് പറയുന്നത്, അതായത് രാജകീയ രോഗം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാ? ഹീമോഫീലിയ ആണ്. അതേപോലെ ലോക ഹീമോഫീലിയ ദിനം എന്നാണ് PSC ചോദിച്ചിട്ടുണ്ട്. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. കുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന ജീവകമാണ് കെ. ജീവകം കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ക്യാബേജ്, അതേപോലെ തന്നെ ചീര, കോളിഫ്ലവർ. അപ്പൊ ഇതിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ജീവകം കെ എന്ന് പറയുന്നത്. ജീവകം ബി. ജീവകം B1 ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥമാണ് അരിയുടെ തവിട്. അപ്പൊ B1 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല എന്താണ് മട്ട അരി ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ജീവകം B1 ധാരാളമായിട്ട് കിട്ടും. അതായത് എന്താണ്, ഈ അരിയിൽ നമുക്ക് ചെറിയ ഒരു ബ്രൗൺ കളറിലുള്ള ഷെയ്ഡ് വരുന്നില്ലേ, അതാണ് എന്ത് ഈ പറയുന്ന സംഭവം. ഓക്കെ, ജീവകം ബിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ്. ധാന്യങ്ങൾ നമ്മൾ പറയാറുണ്ട്, ചിലപ്പോൾ വായിലൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ ബി കോംപ്ലക്സിന്റെ ഗുളിക വാങ്ങി കഴിക്കാനായിട്ട്. അപ്പോൾ ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? വായ്പുണ്ണ്. വായ്പുണ്ണ്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് ബി. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകമാണ് ബി. ജീവകം B1 അപര്യാപ്ത രോഗമാണ് എന്തെന്ന് പറയുന്നത്? ബെറിബെറി എന്ന് പറയുന്നത്. അപ്പോൾ ജീവകം B1ന്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകം, അതാണ് B2 എന്ന് പറയുന്നത്. അപ്പോൾ ജീവകം B2 ആണ് എന്തെന്ന് പറയുന്നത്? പാലിന്റെ മഞ്ഞ നിറത്തിന് കാരണം. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകമാണ് എന്തെന്ന് പറയുന്നത്? B2 എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിന്റെ അതായത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നു? നശിക്കുന്നു. ജീവകം B3യുടെ അപര്യാപ്ത രോഗമാണ് എന്തെന്ന് പറയുന്നത്? പെല്ലഗ്ര എന്ന് പറയുന്നത്. പെല്ലഗ്ര അതായത് പ്രകാശമേൽക്കുന്ന ഭാഗത്ത് ത്വക്ക് പരുക്കനാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പെല്ലഗ്ര എന്ന് പറയുന്നത്. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകം. ജീവകം H എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് B7. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണ് എന്തെന്ന് പറയുന്നത്? ജീവകം H. എലിസ ടെസ്റ്റിൽ നമ്മൾ പറഞ്ഞതാ കഴിഞ്ഞ ദിവസം. ന്യൂസ് എന്ന് പറയുന്ന കോഡ് എയ്ഡ്സ് രോഗനിർണയ കോഡുകൾ പറയുന്നതാണ്. ന്യൂസ്, നേവ, വെസ്റ്റേൺ ബ്ലോട്ട്, സാർസ്, അതേപോലെ തന്നെ എന്താണ് സാർസ്, പിന്നെ സോട്ട് ടെസ്റ്റ്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ന്യൂസ് എന്ന് പറയുന്ന കോഡ്. അപ്പോൾ നേവ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട്, NE, എലിസ ടെസ്റ്റ്, അതേപോലെ തന്നെ എന്താണ് വെസ്റ്റേൺ ബ്ലോട്ട്, അപ്പോൾ ന്യൂസ്. അപ്പോൾ നമ്മളത് പറഞ്ഞതാണ്. ജീവകം B6 അപര്യാപ്ത രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് B9 എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരാണ്. ഓക്കെ, അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെയാ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ എവിടെയാ? ജയ്പൂര്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ന്യൂഡൽഹിയിലെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂരാണ്. ജീവകം B9 അപര്യാപ്ത രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അപ്പോൾ ജീവകം B9ന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് ജീവകം B12. അപ്പോൾ മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്നത് B12 ആണ്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് B12 ആണ്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത്. ജീവകം B12 അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. അപ്പോൾ ജീവകം B12ന്റെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് പെർനീഷ്യസ് അനീമിയ. ജീവകം B ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ മുട്ട, പാല്, ചേമ്പില, ധാന്യങ്ങളുടെ തവിട്, ഇതിൽ നിന്നൊക്കെ എന്ത് കിട്ടും?
ബി ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി ജീവകങ്ങളും അതേപോലെ തന്നെ ശാസ്ത്രീയ നാമങ്ങളും. ഓക്കെ, B1 എന്നറിയപ്പെടുന്നത് തയാമിനാണ്. ഒത്തിരി തവണ PS ചോദിച്ചാണ്. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സൈനോകൊബാലമിൻ. അപ്പോൾ ജീവകവും ശാസ്ത്രീയ നാമവുമാണ് എപ്പോഴും PS ചോദിക്കണേ. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സൈനോകൊബാലമിൻ. അപ്പോൾ ഇത് ഉറപ്പായിട്ടും പഠിച്ചു വച്ചോ. ഇത് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതുന്നവരും അല്ലെങ്കിൽ പഠിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നവർക്കും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാനത് കോഡായിട്ട് തരാം. ഇനി ആ കോഡ് ഞാൻ ഉണ്ടാക്കി അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ വീഡിയോ എന്താവും, ലെങ്ത് കൂടും, പിന്നെ നിങ്ങളത് കാണത്തില്ല. അതുകൊണ്ടാണ് അത് ഇടാത്തത്. വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അടുത്ത ദിവസത്തെ കോഡിൽ എന്താണ് ജീവകവും ശാസ്ത്രീയനാമവും കോഡ് ഉൾപ്പെടുത്താം. അടുത്ത ജീവകം സി. പാൽ, മുട്ട എന്നിവയിലില്ലാത്ത ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നത്. എന്ത്? പാലിലില്ല, മുട്ടയിലും ഇല്ലാത്തതാണ് ജീവകം സി. ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. ഒത്തിരി തവണ PSC ചോദിച്ചു പോയേക്കണ ചോദ്യമാണ് മക്കളെ, ഓർത്തു വച്ചോ. ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. ജീവകം സി ധാരാളമായി കാണപ്പെടുന്നത് എന്തിലാണെന്ന് ചോദിച്ചാൽ പുളിരുചിയുള്ള എല്ലാ പഴങ്ങളിലും കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്, അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ സി എന്ന് പറയുന്നത്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നത്. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ഏതാന്ന് ചോദിച്ചാൽ ജീവകം സി ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം. അതേപോലെ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്ന പേരിലെല്ലാം അറിയപ്പെടുന്നു. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗീകരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. ജീവകം സിയുടെ അപര്യാപ്തത രോഗം സി ആണ്, സ്കർവി. നാവികരുടെ പ്ലേഗ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നാവികരുടെ പ്ലേഗ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നതാണ് സ്കർവി. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം സി. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റി കിടക്കുമ്പോൾ വരുന്ന നമ്മുടെ ബന്ധുക്കളും അതേപോലെ തന്നെ സ്വന്തക്കാരൊക്കെ ഓറഞ്ച്, മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. എന്തിനാ? അതിലൊക്കെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യേണ്ടത്? അസ്കോർബിക് ആസിഡ്, അതായത് വൈറ്റമിൻ സി വന്നിട്ടുണ്ട്. അത് കഴിച്ചാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? മുറികൊക്കെ ഉണങ്ങി നമ്മൾ സെറ്റായിട്ട് എണിച്ചു പോകും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ ഓറഞ്ച് മെയിൻ സാധനമാണ്. അതായത് ആശുപത്രിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും അപകടമൊക്കെ പറ്റി കിടന്ന് ഒക്കെ ആളുകളാണെങ്കിൽ അവരെ കാണാൻ വേണ്ടി മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന സാധനമാണ് ഓറഞ്ച് വാങ്ങുന്നത്. അപ്പോൾ ഓറഞ്ച്, അതേപോലെ മുന്തിരി, മൊസാമ്പി അങ്ങനെയുള്ള സാധനങ്ങൾ, പുളിരുചമുള്ള ആ പദാർത്ഥങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉണ്ട്. അത് നമ്മളെ എന്ത് ചെയ്യും? പെട്ടെന്ന് രോഗം ഭേദമാക്കാൻ സഹായിക്കും. ജീവകം സി ലഭിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കൾ പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില ഇവയൊക്കെയാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, ഇനി ധാതു ലവണങ്ങളും അവയുടെ ധർമ്മങ്ങളുമാണ്. ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിനാണ് ഇരുമ്പ്. കാൽസ്യവും ഫോസ്ഫറസും എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനാണ് കാൽസ്യം, ഫോസ്ഫറസ്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന്, പേശികളുടെയും നാഡീപ്രവർത്തനത്തിനും കാരണമാകുന്നു. സോഡിയം ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നത് സോഡിയമാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് സോഡിയമാണ്. ഇത് ഇപ്പുറത്തേക്ക് കയറി വന്നേക്കണതാണ് കേട്ടോ. അത് നമുക്ക് അങ്ങോട്ട് ഇപ്പൊ തന്നെ കളഞ്ഞേക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, മറന്നു പോകും. അപ്പോൾ അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും. അപ്പോൾ സോഡിയം, ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നത് സോഡിയമാണ്. ഇനി കാൽസ്യവും ഫോസ്ഫറസോ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനാണ് കാൽസ്യവും ഫോസ്ഫറസും. ഇരുമ്പാണെങ്കിലോ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണം.
അതേപോലെ തന്നെ എന്താണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് ധാതുക്കളും അതേപോലെ തന്നെ ലവണങ്ങളും അവയുടെ ധർമ്മങ്ങളുമായിട്ട് പഠിക്കാനുള്ളൂ. നേരെ നമുക്ക് പ്രധാന അപര്യാപ്തത രോഗങ്ങളിലേക്ക് പോവാം. ജീവകം A1 എന്താണ്? മാലക്കണ്ണാണ്. ജീവകം A1 മാലക്കണ്ണ്. ജീവകം A2 സിറോഫ്താൽമിയ. ജീവകം A2 സിറോഫ്താൽമിയ. ജീവകം B1 ബെറിബറി. ജീവകം B1 ബെറിബറി. ജീവകം B3 പെല്ലഗ്ര. ജീവകം B9 മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ആണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ല, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം B12 പെർണീഷ്യസ് അനീമിയ. ജീവകം C സ്കർവി ആണ്. ജീവകം D റിക്കറ്റ്സ്. ജീവകം E വന്ധ്യതയാണ്. ജീവകം K ഹീമോഫീലിയ. മാംസ്യം ക്വാഷിയോർക്കർ മരാസ്മസ്. ഹീമോഗ്ലോബിൻ അനീമിയ. ഇരുമ്പ് അനീമിയ. മെലാനിൻ വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ ആൽബനിസം എന്ന് പറയും. ഇനി സൊമാറ്റോട്രോഫിൻ വാമനത്വമാണ് ഉണ്ടാക്കുന്നത്. ഇൻസുലിൻ്റെ അഭാവം ഡയബറ്റിക് മെലിറ്റസ്. വാസോപ്രസിൻ ആണെങ്കിൽ ഡയബറ്റിക് ഇൻസിപ്പിഡസ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രധാന അപര്യാപ്തത രോഗങ്ങൾ? ഈ ജീവകങ്ങൾ കുറയുന്നത് മൂലം നമുക്കുണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് A1 മാലക്കണ്ണ്, A2 സിറോഫ്താൽമിയ, B1 ബെറിബറി, B3 പെല്ലഗ്ര, B9 മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, B12 പെർണീഷ്യസ് അനീമിയ, ജീവകം C സ്കർവി, ജീവകം D റിക്കറ്റ്സ് ആണ്, ജീവകം E വന്ധ്യത, ജീവകം K ഹീമോഫീലിയ, മാംസ്യത്തിൽ ക്വാഷിയോർക്കർ മരാസ്മസ്, അതേപോലെ ഹീമോഗ്ലോബിൻ അനീമിയ, ഇരുമ്പ് അനീമിയ, മെലാനിൻ വെള്ളപ്പാണ്ട്, സൊമാറ്റോട്രോഫിൻ വാമനത്വം, ഇൻസുലിൻ ഡയബറ്റിക് മെലിറ്റസ്, വാസോപ്രസിൻ ഡയബറ്റിക് ഇൻസിപ്പിഡസ്, തൈറോക്സിൻ ഗോയിറ്റർ, അയഡിൻ ഗോയിറ്റർ. ഇത്രയാണ് ജീവകങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓരോ പോയിന്റ്സും നമ്മൾ എടുത്ത് സെറ്റ് ചെയ്ത് അത് എന്താണ് മാക്സിമം നമ്മൾ എന്ത് ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൂടിയാണ് നമ്മൾ പഠിച്ചത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത മലയാളത്തിലേക്ക് പോകാം. ആത്മകഥകൾ. ആത്മകഥയ്ക്ക് ഒരു ആമുഖം. ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം, ലളിതാംബിക അന്തർജനം. ആത്മകഥ EMS, ആത്മകഥ KR ഗൗരിയമ്മ. അപ്പോൾ ആത്മകഥ രണ്ടു പേർക്കാണുള്ളത്. ഒന്ന് EMSന് ആത്മകഥ, KR ഗൗരിയമ്മയ്ക്കും ആത്മകഥ തന്നെയാണ്, അവരുടെ ആത്മകഥ തന്നെ. ഓക്കെ, ആത്മരേഖ വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ എന്തെങ്കിലും കോഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കാരണം എല്ലാവർക്കും കൂടി എന്ത് ചെയ്യട്ടെ, അത് ഉപകാരപ്പെടട്ടെ. ആത്മരേഖ വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ്. കഴിഞ്ഞ കാലം KP കേശവമേനോൻ. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. കവിയുടെ കാൽപ്പാടുകൾ P കുഞ്ഞിരാമൻ നായരാണ് കവിയുടെ കാൽപ്പാടുകൾ. കണ്ണീരും കിനാവും, അത് നമ്മൾ പിന്നെ ഒരിക്കലും മറക്കത്തില്ല, VT ഭട്ടതിരിപ്പാടിന്റെ ആണ് കണ്ണീരും കിനാവും. ജീവിതപാത ചെറുകാട്. ജീവിതപാത ചെറുകാട്. ജീവിത സ്മരണകൾ EV കൃഷ്ണപിള്ളയുടെയാണ് ജീവിത സ്മരണകൾ. ജീവിത സമരം C കേശവന്റെയാണ് ജീവിത സമരം. ഞാൻ NN പിള്ളയുടെയാണ് ഞാൻ എന്ന് പറയുന്നത്. വ്യാഴവട്ട സ്മരണകൾ B കല്യാണിയമ്മ. വ്യാഴവട്ട സ്മരണകൾ B കല്യാണിയമ്മ. ഇനി കഥാപാത്രങ്ങളും കൃതികളുമാണ്. പപ്പു ഓടയിൽ നിന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം, അത്രത്തോളം നമ്മുടെ മനസ്സിലൊക്കെ ഇടം പിടിച്ച ഒരു ക്യാരക്ടറാണ് പപ്പു എന്ന് പറയുന്നത്. അപ്പോൾ പപ്പു ഓടയിൽ നിന്ന്. രവി ഖസാക്കിന്റെ ഇതിഹാസം. അതായത് രവി, അപ്പുക്കിളി, മൈമുന, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവല് വായിച്ച എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ക്യാരക്ടറാണ് രവി. ഖസാക്കിന്റെ ഇതിഹാസം, അപ്പുക്കിളി ഖസാക്കിന്റെ ഇതിഹാസം, ഭ്രാന്തൻ വേലായുധൻ ഇരുട്ടിന്റെ ആത്മാവ്, ഭ്രാന്തൻ വേലായുധൻ, മല്ലൻ നെല്ല്, മാര നെല്ല്, ഓമഞ്ചി ഒരു തെരുവിന്റെ കഥ, ശിവാനി ഗുരുസാഗരം, ദാസൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. നമുക്കറിയാം ദാസൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. അതേപോലെ കുന്തൻ മരുഭൂമികൾ ഉണ്ടാകുന്നത്. കുന്തൻ മരുഭൂമികൾ ഉണ്ടാകുന്നത്. അടുത്ത നമുക്ക് ഇംഗ്ലീഷിലെ കുറച്ച് ഇഡിയംസും അതേപോലെ തന്നെ ഫ്രേസും പഠിക്കാം. ഫസ്റ്റത്തെയാണ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ, എ സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്. അതായത് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് വിളിക്കാം, എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡന്റ് ഓർ ഇവന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് വിളിക്കുന്നത്. അടുത്തത് എ സ്റ്റോൺ ത്രോ. എ സ്റ്റോൺ ത്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ
അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്, അതായത് ഒരു വിളിപ്പാടകലെ, തൊട്ടടുത്ത് നിൽക്കുന്ന എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു വിളിപ്പാടകലെ നിൽക്കുന്ന ആളെ നമ്മൾ വിളിക്കൂലോ, അതാണ് എ സ്റ്റോൺ ത്രോ അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്, തൊട്ടടുത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബീങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്. അതായത് എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് വെച്ചാൽ ബീങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്, കഴിഞ്ഞു പോയ എന്താണ് കാര്യത്തെ, വിഷമങ്ങളെയോ അല്ലെങ്കിൽ സങ്കടങ്ങളെയോ ഒക്കെ കുറിച്ച് എന്താണ് ചിന്തിച്ചിരിക്കുന്നത്, അതിനെയാണ് ചിപ്പ് ഓൺ യുവർ ഷോൾഡർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത്രയും വിഷമിച്ചിരിക്കുന്ന ആളുടെ എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ തോളത്തൊന്ന് തട്ടിയിട്ട് പോട്ടേടാ സാരില്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ എന്താണ്, കഴിഞ്ഞു പോയ വിഷമങ്ങളെ കുറിച്ച് ഓർത്തിരിക്കുക, അതിനെയാണ് ചിപ്പ് ഓൺ യുവർ ഷോൾഡർ. ഡൗട്ടിങ് തോമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഹു ഈസ് സ്പെഷ്യൽ ആൻഡ് റെഫ്യൂസ് ടു ബിലീവ് സംതിങ് വിത്തൗട്ട് പ്രൂഫ്. എന്ത് കാര്യത്തെയും എന്താണ് ഒരു പ്രൂഫ് ഇല്ലാതെ, അതായത് എല്ലാത്തിനും അതിന് പ്രൂഫ്, എവിഡൻസ് ഇല്ലാതെ ഒരു കാര്യത്തെക്കുറിച്ചും വിശ്വസിക്കില്ലാത്ത ആളുകൾ. എല്ലാത്തിനും എവിഡൻസ് വേണം. അതായത് ഏതൊരു കാര്യം നമ്മളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെപ്പോഴും ചില ആളുകളുണ്ട്, അവർ ചാടി കയറി ചോദിക്കും അതിനെന്താണ് പ്രൂഫ് ഉള്ളത്, അല്ലെങ്കിൽ അതിനെന്താണ് എവിഡൻസ് ഉള്ളത്, അതാദ്യം പറ, എന്നിട്ട് നമുക്കത് എന്താണ് സത്യമാണോ ഇല്ലയോ എന്ന് അന്വേഷിക്കാം. അപ്പൊ അങ്ങനത്തെ ആളുകൾ. ഓക്കെ, ഇനി എ ഡൈമേ ഡസൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഈസ് കോമൺ ആൻഡ് ഈസി ടു ഗെറ്റ്, എല്ലാം പെട്ടെന്ന് കിട്ടുന്ന, അതായത് പെട്ടെന്ന് എല്ലാം സാധിക്കുന്ന ആ ഒരു സംഭവത്തെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ഫ്രേസിനെയാണ് എ ഡൈമേ ഡസൻ എന്ന് പറയുന്നത്. അടുത്തത് വേർഡ് മീനിങ് ആണ്. ഇത് എപ്പോഴും PSC എക്സാമുകളിൽ ചോദിക്കാറുണ്ട് ഈ വേർഡുകൾ. അപ്പോൾ അത് ജസ്റ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, കൺഫ്യൂസിങ് ആവാറുണ്ട്. അപ്പോൾ ലീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോ അവേ ഫ്രം ദ പേഴ്സൺ, ഉപേക്ഷിച്ചു പോവുക എന്നതാണ് ലീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മംഗൂസ് എന്ന് പറയുന്ന എ സ്മോൾ ടിപ്പിക്കൽ അനിമൽ ദാറ്റ് കിൽ സ്നേക്ക്. ഓക്കെ, അപ്പോൾ എന്താണ്, കീരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മംഗൂസ് എന്ന് പറയുന്നത്, മംഗൂസ് കീരി. ഇനി റെസ്പെക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു അഡ്മയർ, ബഹുമാനിക്കുക, ഒരാളെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ, എന്തിനേയും എന്താണ് റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ടു അഡ്മയർ, ബഹുമാനിക്കുക, ടു അഡ്മയർ ബഹുമാനിക്കുക. ഡൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നോട്ട് ഇൻട്രസ്റ്റിംഗ്, വിരസമായ അല്ലെങ്കിൽ മുഷിപ്പുളവാക്കുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ട്, നീ എന്താണ് ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നത്, ഒന്ന് ഹാപ്പി ആയിട്ടിരുന്നൂടെ, നീ ഒന്ന് ഹാപ്പി ആയിട്ടിരുന്ന് പഠിച്ചൂടെ. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡള്ളായിട്ടിരുന്ന് പഠിക്കരുത്, എപ്പോഴും എന്ത് ചെയ്യണം, ഹാപ്പി ആയിട്ടിരുന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഡൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഇൻട്രസ്റ്റിംഗ്, വിരസമായ അല്ലെങ്കിൽ മുഷിപ്പുളവാക്കുന്ന. അടുത്ത് ഗ്രോ, എ സ്മോൾ വുഡ്, അതായത് തോപ്പ്, തോട്ടം എന്നൊക്കെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഗ്രോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ എന്താണ്, നമ്മുടെ 75 ഹാർഡ് ടോപ്പിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളൊന്നാണ് മൗലിക അവകാശങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ തന്നെ എന്താണ്, വൈറ്റമിൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്സ് ഉണ്ട് നമുക്ക് ബയോളജിയിലെ, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച മലയാളത്തിലെയും അതേപോലെ തന്നെ ഇംഗ്ലീഷിലെയും നോൺ ഗ്രാമർ സെക്ഷൻ, അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ കിടിലമായിട്ട് തന്നെയാണ് പഠിച്ചു പോകുന്നത്. ഇങ്ങനെ നിങ്ങൾ മുന്നോട്ടേക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വ്യക്തമായൊരു ട്രാക്കിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ LDC 2025 ലിസ്റ്റ് വരുമ്പോൾ ആദ്യത്തെ 100 റാങ്കിൽ ഉള്ളത് നിങ്ങൾ തന്നെയായിരിക്കും. ആ ഒരു കാര്യത്തിൽ എന്താ ഒരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട. കാരണം നമ്മൾ സത്യസന്ധമായിട്ട് പഠിക്കുക, അത് നന്നായിട്ട് റിവിഷൻ ചെയ്യുക, അതിനുശേഷം എക്സാമുകൾ എഴുതുക. ഈ മെറ്റീരിയൽ എല്ലാം നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. കാരണം നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഈ പറയുന്ന നോട്ട്സ് കിട്ടും. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ ചാനലിൽ നിങ്ങളുടെ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നിന്ന് ഈ ഒരു കാര്യങ്ങൾ കാണാനും അതേപോലെ തന്നെ എന്താണ് ഇത് പഠിക്കാനുമുള്ള അവസരങ്ങളുണ്ട്. അതേപോലെ നമ്മുടെ എല്ലാ സീരീസും ഒരു കണ്ടിന്യൂഷനോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. കാരണം പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, അതിൻ്റെ എല്ലാം ഓർഡർ അനുസരിച്ചാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തൊന്നും ഒരു ബ്രേക്ക് വരുന്നില്ല. ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം ഉണ്ടെങ്കിൽ, കാരണം ചെയ്യാൻ ഇത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എന്താണ്, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ ഒരു മിഷൻ ഞാൻ തുടങ്ങുമ്പോൾ എന്താണ്, ഇത് അവസാനം വരെ നിങ്ങളുടെ കൂടെ ഇതിനു വേണ്ടിയിട്ട് എന്താണ് മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ ഈ ഒരു ജോലി കിട്ടുന്നവരെയും ഉണ്ടാവണമെന്നുള്ള
ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും എൻ്റെ കൂടെ വേണം. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും എല്ലാം നിങ്ങൾ ഇന്ന് വരെയും തന്ന ആ ഒരു സ്നേഹവും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്കും എൻ്റെ പ്രാർത്ഥനയിലും ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഒരിക്കലും നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കരുത്, മറ്റുള്ളവർക്കും കൂടി എന്ത് ചെയ്യുക, നല്ലത് വരാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം നമുക്കും എന്ത് ചെയ്യും, നല്ലത് വരുത്തും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തണം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മൾ പഠിച്ച ചോദ്യങ്ങളും അടുത്തുള്ള എക്സാമുകളിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഷോർട്ട് ബ്രേക്ക്, സൈനിങ് ഓഫ്. അരുൺ കൊമ്പനാടൻ. താങ്ക് യു.